പ്രിയപ്പെട്ടവരെ, ഇവിടെ നടന്ന ഈ സംഭവങ്ങൾ നമുക്കറിയാം. വലിയ കൃപയുടെ പരിശുദ്ധ കുർബാനയോടുള്ള വലിയ ഭക്തി ഈ ദേശം മുഴുവനും വ്യാപിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ അത്ഭുതം എന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കാം. അതിനുവേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും പരകോടിയായ സത്യമാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളത്. ആ വിശ്വാസമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഏറ്റവും ആഴത്തിലുള്ളതും തനിമയാർന്നതുമായ സത്യവിശ്വാസം. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് ഹൃദയത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് അഭിവന്യ രൂപതാധ്യക്ഷൻ, അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന അഭിവന്യ വലിയമറ്റം പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം തിരുവോസ്തി എടുത്തുകൊണ്ട് പോകാൻ ുള്ള നിയോഗം അന്ന് വൈദികനായിരുന്ന എനിക്കും ഇപ്പോഴത്തെ ചെമ്പേരി ഭവനാപ്പള്ളി വികാരിയച്ഛനും ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ നിങ്ങളുടെ തിരുവോസ്തി മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കുറേ കാലം നിങ്ങൾ എന്നോട് കലഹിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. വഴി കാണുമ്പോഴെല്ലാം വിളക്കന്നൂരുകാർ എന്നോട് കലഹിക്കുമായിരുന്നു. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല, അത് അതിരൂപതാധ്യക്ഷൻ്റെ തീരുമാനമാണ്. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്രകാരം നിരന്തരമായ പഠനങ്ങൾക്ക് ഇത് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിനടക്കം അവർ നീണ്ട വർഷങ്ങൾ പഠനം നടത്തിയ ശേഷം ഏതാനും ചില പരിശോധനകളും ടെസ്റ്റുകളും ഇന്ത്യയിലെ കാലാവസ്ഥയിൽ ഇന്ത്യയിലെ ലാബുകളിൽ ചെയ്ത് അതിൻ്റെയും റിസൾട്ട് കൊടുക്കാൻ അവരാവശ്യപ്പെടുകയുണ്ടായി. അപ്രകാരം നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ചില യൂണിവേഴ്സിറ്റികളുള്ളത് പ്രയോജനപ്പെടുത്തി നാം ആ റിസൾട്ടും കൂടി നൽകിയപ്പോഴാണ് ശൈഹിക സിംഹാസനം ഇപ്രകാരം ഒരു അംഗീകാരം ഇതിന് നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അതിരൂപതയ്ക്ക് മാത്രമല്ല, പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയിലെ സകല ദൈവമക്കൾക്കുമുള്ള സ്വർഗത്തിൻ്റെ അടയാളമായി നമുക്ക് സ്വീകരിക്കാം. അതിന് നമ്മുടെ ഈ ഇടവകപ്പള്ളിയെ ദൈവം തിരഞ്ഞെടുത്തു എന്നതിൽ ഇടവകക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. പരിശുദ്ധ കുർബാനയുടെ ഒരാരാധനാ കേന്ദ്രമായി ഈ ഇടവക മാറും എന്ന കാര്യത്തിൽ എനിക്ക് തെല്ലും സംശയമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുന്ന, പരിശുദ്ധ കുർബാനയെ ആരാധിച്ച് പരിശുദ്ധ കുർബാനയുടെ വിചാരവും വികാരവുമുള്ള ദൈവമക്കളായി വളരുവാൻ ഈ അനുഭവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഉള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം വളരെ അസാധാരണമായിട്ടാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ ആ അടയാളങ്ങളിൽ ഈ തിരുവോസ്തിയുടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ആ തിരുവോസ്തിയിലെ ഈശോയുടെ തിരുമുഖം കണ്ടതുകൊണ്ട് മാത്രമല്ല അത് പരിശുദ്ധ കുർബാനയാകുന്നത്. മറിച്ച് പുരോഹിതൻ അൾത്താരയിൽ അർപ്പിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ സത്യമായും വ്യക്തിപരമായും സത്താപരമായും പൂർണ്ണമായും സന്നിഹിതനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. നാം സ്വീകരിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂർണ്ണ ദൈവമായി, പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ സത്തയിൽ നമ്മളോടൊത്ത് വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തെയാണ് പരിശുദ്ധ കുർബാനയുടെ അടയാളത്തിലൂടെ പോഷിപ്പിക്കേണ്ടത് എന്നുള്ള സത്യം ഓർക്കുക. നമ്മുടെ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി
ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജിറേലി വളരെ ഹൃദയപൂർവ്വം ഈ പഠനങ്ങളോടും വീക്ഷണങ്ങളോടും സഹകരിച്ചു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അത് മുൻഗാമികളെക്കാളും കൂടുതൽ ഈ അത്ഭുതത്തെ കൂടുതൽ പഠിക്കാനും ഈ അത്ഭുതത്തിന്റെ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരാനും അപ്പസ്തോലിക് നൂൻഷിയോ നടത്തിയ പരിശ്രമങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യവും തീർച്ചയായും ഈ പഠനങ്ങൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായിച്ചു. നമുക്ക് അഭിവന്യ പിതാവിനോട് ഹൃദയപൂർവ്വം നന്ദിയുള്ളവരാകാം. അഭിവന്യ പിതാവ് തന്നെയാണ് 31-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് ഇവിടെ വരികയും അത് നമുക്ക് ലഭിക്കാവുന്നതിന് ഏറ്റവും വലിയ അംഗീകാരമാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ വന്ന് ഈ ഒരു സത്യം നമുക്ക് വേണ്ടി ഔദ്യോഗികമായി അറിയിക്കുകയും അത് സംബന്ധമായ രേഖകൾ കൈമാറുകയും ഈ പരിശുദ്ധ കുർബാന ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നമുക്ക് നന്ദിയുള്ളവരാകാം. അത് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് പരിശുദ്ധ കുർബാനയെ ആരാധിച്ച് പരിശുദ്ധ കുർബാനയുടെ സംസ്കാരമുള്ളവരായി വളർന്നുകൊണ്ട് ഈ ദൈവീക അടയാളത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷ്യം നൽകണം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും